നമ്മളൊരു കോട്ട് പ്രൈമർ അടിച്ചിട്ടിരിക്കുകയാണ്. 3 കോട്ട് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് പോയിട്ട് അതിന് ശേഷം ഞങ്ങളെ ടീം വന്നിട്ട് ഒരു കോട്ട് പ്രൈമർ അടിച്ച് പോയതാണ്. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഫോൾട്ടുകൾ വരും. എല്ലാ വീട്ടുകാരും ശ്രദ്ധിച്ചോളി. ഇപ്പോൾ പെയിൻറ്റർമാർ നിങ്ങൾക്ക് ഒരു വീട് 60 രൂപയ്ക്ക് വൈറ്റ് സിമെൻറ്റ് വർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രേ ടീം വന്നിട്ട് നിങ്ങളോട് ഒരു ദിവസം കൊണ്ട് കഴിച്ചു തരാറ്. അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് കഴിച്ചു തരുന്ന പരിപാടിയിൽ ഇങ്ങനെ കുറേ ഫോൾട്ടുകൾ വരും. ഈ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നീട് നിങ്ങൾ പ്രൈമർ വർക്ക്, പുട്ടി വർക്ക്, പെയിൻറ് വർക്ക് വരുമ്പോൾ ഒരുപാട് പുട്ടി പെയിൻറ് ഒരുപാട് എക്സ്പെൻസീവ് ആവും. അപ്പോൾ പരമാവധി എല്ലാ വീട്ടുകാരും നിങ്ങളുടെ നാട്ടിലെ യങ് പെയിൻറ്റർമാരെ വെച്ചിട്ട് വൈറ്റ് സിമെൻറ്റ് പരിപാടി ചെയ്തു കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിപാടിയിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ലാഭിക്കാം. ഇതിപ്പോൾ ഞങ്ങളൊരു കോട്ട് പ്രൈമർ, ഒരു കോട്ട് വൈറ്റ് സിമെൻറ്റ് അടിച്ച ഒരു കോട്ട് പ്രൈമർ, 2 കോട്ട് പെയിൻ്റ് അടിച്ച ബോളാണ്. ഇവിടെ പുട്ടി വർക്കില്ല കേട്ടോ. അപ്പോൾ കണ്ടമാനം ഹോളുകൾ അടയാനാവും. അപ്പോൾ ഈ വൈറ്റ് സിമെൻറ്റ് പരിപാടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ബ്രഷ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രൈമർ ലാഭിക്കുക, പെയിൻറ്റ് ലാഭിക്കുക, പുട്ടി ലാഭിക്കുക. ഈ സീലിങ്ങൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റ് പരിപാടി നിങ്ങൾ ബ്രഷിന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഫോൾട്ടുകളൊന്നും വരില്ല. ഈ ഹോളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ എല്ലാ വീട്ടുകാരും ശ്രദ്ധിച്ചോളൂ. സ്പ്രേ പെയിൻറ്റിങ്ങരെ ഇതിൽ പഠനങ്ങൾ പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വൈറ്റ് സിമെൻറ്റ് 2 കോട്ട് 3 കോട്ട് സ്പ്രേ ചെയ്തോ. ഇത് വേറൊരു വോള്. എല്ലായിടത്തും പ്രശ്നങ്ങളാണ് ഇതാ. അപ്പോൾ എല്ലാ വീട്ടുകാരും ശ്രദ്ധിക്കുക. വൈറ്റ് സിമെൻറ്റ് പരിപാടി നിങ്ങളെ യങ് പെയിൻറ്റർമാരെ വെച്ചിട്ട് കൊടുക്കുക നാട്ടിലെ. അത്രയുള്ളൂ പറയാൻ. അപ്പോൾ ആരും പോലെ ഇതിൽ പോയി ചാടണ്ട.